പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫസ്റ്റിന് നമ്മുടെ CA സച്ചിദാനന്ദനെയാണ് കാണിക്കുന്നത്. അവർ പുറത്തെവിടെയോ വണ്ടി നിർത്തിയതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കോൺസ്റ്റബിൾ ഒരു കട്ടനൊക്കെ അയാൾക്ക് കൊണ്ടുകൊടുക്കുന്നുണ്ട്. അത് കുടിക്കുന്ന സമയത്താണ് CA സച്ചിദാനന്ദൻ നമ്മുടെ നന്ദുവിനെ കുറിച്ച് പറയുന്നത്. ഇവിടുത്തെ CA നന്ദു പുലിയാണല്ലേ എന്നൊക്കെ ഇങ്ങനെ കോൺസ്റ്റബിളിനോട് പറയുകയാണ്. അപ്പോൾ കോൺസ്റ്റബിൾ പറയുന്നുണ്ടായിരുന്നു, മാഡത്തിൻ്റെ ഫൈറ്റൊക്കെ കാണാൻ നല്ല രസമാണ്. മാഡം ഇവിടെ സ്റ്റേഷനിൽ ചാർജ് എടുത്ത ഉടനെ തന്നെ ഇവിടുത്തെ ക്രിമിനൽസിനെയൊക്കെ ഒതുക്കി എന്ന് പറയും. അപ്പോൾ സച്ചിദാനന്ദൻ പറയുകയാണ്, എനിക്ക് എന്തായാലും നന്ദുവിൻ്റെ ഫൈറ്റ് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇതുപോലെയുള്ള പെൺകുട്ടികളെ വേണം നമ്മൾ ഇങ്ങനെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ആവശ്യം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ എങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സാറും സൂപ്പറാണ് എന്ന് ആ കോൺസ്റ്റബിൾ പറയൂ കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റേഷനിൽ ഇരുന്ന സമയത്തൊക്കെ എനിക്ക് ഒരുപാട് ആരാധികമാരുണ്ടായിരുന്നു, ഞാൻ ആർക്കും പിടി കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ കോൺസ്റ്റബിൾ പറയാണ്, പിടി കൊടുക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു സാറിന്. ഞാനങ്ങനെ പറഞ്ഞുകൊണ്ട് വിഷമമൊന്നും തോന്നരുത് കേട്ടോ, ഞാൻ സാറിൻ്റെ പ്രായത്തിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ അതെനിക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയും. പിന്നീട് കട്ടൻ കുടിച്ച ഗ്ലാസ് അങ്ങ് കോൺസ്റ്റബിളിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ടായിരുന്നു, കട്ടൻ മഹാ ബോറാണെന്ന്. അപ്പോൾ കോൺസ്റ്റബിൾ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, അതിനേക്കാളും ബോറാണ് താൻ ഇങ്ങനെ കേട്ടോ. പിന്നീട് നന്ദുവിനെയാണ് കാണിക്കുന്നത്. നന്ദു ആണെങ്കിൽ അനി വിളിക്കാത്തതുകൊണ്ട് ആ ഒരു സങ്കടത്തിൽ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്താണ് നമ്മുടെ CA സച്ചിദാനന്ദൻ വിളിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓടി വന്ന് ഫോൺ എടുക്കുകയാണ് കേട്ടോ. അനിയായിരിക്കും എന്ന് വിചാരിച്ചാണ് ഫോൺ എടുക്കുന്നത്, പക്ഷേ CA ആയിരിക്കും. ഇയാളിപ്പോൾ എന്തിനാ എന്നെ വിളിക്കുന്നതെന്നൊക്കെ ഓർത്ത് ഒരു ദേഷ്യത്തോടെയാണ് കേട്ടോ കോൾ എടുക്കുന്നത് തന്നെ. അപ്പോൾ നന്ദുവിനോട് ആദ്യം തന്നെ അയാൾ ചോദിക്കുന്നത് നന്ദു ഉറങ്ങിയോ എന്നാണ്. അപ്പോൾ ഞാൻ ഉറങ്ങണമെങ്കിൽ ഒരു 10-11 മണിയാവുമെന്ന് നന്ദും പറയുകയാണ് കേട്ടോ. അപ്പോൾ CAയും പറയുന്നുണ്ടായിരുന്നു, ഞാനും അങ്ങനെ തന്നെയാണ്, ഉറക്കം കുറവും അങ്ങനെ പ്രവൃത്തി കൂടുതലുമാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാണെങ്കിലും നന്ദുവിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ കഴിച്ചില്ല, ഒരു 10 മണിയെങ്കിലും ആവണം എന്നറിയിട്ട് 10 മണി ആയിട്ടില്ല എന്ന് പറയും. ഞാനൊരു 7-7:30 ആകുമ്പോൾ കഴിക്കുന്ന സച്ചിദാനന്ദൻ തിരിച്ച് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നു, നന്നായിട്ട് ഉറങ്ങണം, നല്ല ഉറക്കം കിട്ടണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നന്ദു ചോദിക്കുന്നുണ്ടായിരുന്നു, സാറല്ലേ ഇപ്പോൾ പറഞ്ഞത് സാറിന് ഉറക്കം കുറവാണ് പ്രവൃത്തി കൂടുതലാണ് എന്നൊക്കെ. അത് ഞാൻ നന്ദുവിൻ്റെ കാര്യമാണ് പറഞ്ഞത്, നന്ദു കുറച്ചുകൂടെ യങ്ങല്ലേ എന്നൊക്കെയാണ് കേട്ടോ അയാൾ പറയുന്നത്. അപ്പോൾ അയാളോട് സംസാരിക്കാൻ നന്ദുവിന് ഒട്ടും താല്പര്യമില്ല. പിന്നീടാണെങ്കിലും അയാൾ ചോദിക്കുന്നുണ്ടായിരുന്നു നന്ദുവിനോട്, എൻ്റെ ബോഡിയൊക്കെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ സാറ് ഫിറ്റല്ലേ എന്ന് നന്ദു തിരിച്ച് മറുപടി പറയുമ്പോൾ അയാൾ എന്തോ പെഗ് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, ഞാനിപ്പോൾ 3 പെഗ് കഴിച്ചുകൊണ്ട് നല്ല ഫിറ്റാണെന്ന്. പിന്നീട് നന്ദു ആണെങ്കിലും പെട്ടെന്ന് കോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നാൽ ഞാൻ വെച്ചോട്ടെ സാറേ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് കോളങ്ങ് കട്ട് ചെയ്യാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് നമ്മുടെ CA സച്ചിദാനന്ദൻ ഇങ്ങനെ നന്ദുവിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീടും അനിയുടെ മെസ്സേജും കോളൊന്നും കാണുന്നില്ല, ഇതിപ്പോൾ വിളിക്കേണ്ടവൻ വിളിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അനിയുടെ ഒരു മെസ്സേജ് വരുന്നത്, ഉറങ്ങിയോ എന്ന് ചോദിച്ച്. അത് കാണുമ്പോൾ തന്നെ നന്ദുവിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് പിന്നെ റിപ്ലൈ അയക്കാനായിട്ട് തുടങ്ങുമ്പോൾ നന്ദു ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, ഇതിനെന്തായാലും റിപ്ലൈ കൊടുക്കണ്ട, ഇനിയിപ്പോൾ അവൻ്റെ ഫോണ് മറ്റാരെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചതാണെങ്കിലോ ഇനിയിപ്പോൾ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, റിപ്ലൈ കൊടുക്കണ്ട എന്നിങ്ങനെ ഓർക്കുകയാണ്. എന്നിട്ട് നന്ദു മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, അവനൊരു ദിവസം വിളിച്ചില്ലെങ്കിൽ അവൻ്റെ മെസ്സേജ് കണ്ടില്ലെങ്കിലൊക്കെ എനിക്ക് എന്തുമാത്രം സങ്കടമാണ്, ഞാൻ അത്രയും അവനെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ട് അവിടെ കിടക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് നമ്മുടെ അനാമികേനെയാണ് കാണിക്കുന്നത്. നന്നായിട്ട് ഒരുങ്ങി സുന്ദരിയായിട്ട് എങ്ങോട്ടോ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതുപോലെ തന്നെ സ്റ്റെബിനാണ് കൊണ്ടുപോകാനും വന്നിട്ടുള്ളത് കേട്ടോ. വേറെ എവിടേക്കല്ല, ഇൻ്റർവ്യൂ കൊടുക്കുന്ന ചാനലിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ സ്റ്റെബിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ അനാമിക ചോദിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയുണ്ടെടാന്ന് ചോദിക്കും. അപ്പോൾ നീ സൂപ്പർ അല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ചാനലിലേക്കല്ലേ പോകാൻ പോകുന്നത്, അപ്പോൾ അത് നന്നായിട്ട് ഒരുങ്ങിയതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീ അത്രയും സുന്ദരി ആയതുകൊണ്ട് തന്നെയാണല്ലോ ഒന്ന് കെട്ടിയിട്ട് ഞാൻ നിൻ്റെ പിറകെ തന്നെ നടക്കുന്നതെന്ന് സ്റ്റെബിൻ പറയുമ്പോൾ അത് അനാമികയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അത് മാത്രം നീ പറയരുത്, അനിയുടെ താലി എൻ്റെ കഴുത്തിൽ വീണെന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് അനന്തപുരിയിലെ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. സ്റ്റെബിൻ പറയുന്നുണ്ടായിരുന്നു, നീ ഇപ്പോൾ ഫേമസ് അല്ലേ, നീ ഇങ്ങനെ അനന്തപുരിയിലെ കാര്യങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ചാണല്ലോ ചാനലിലൂടെ പറയുന്നത്. മൂർത്തീസ് ജ്വല്ലറിക്ക് ഒരുപാട് വേരുകളുള്ളതുകൊണ്ട് ഇപ്പോൾ ആളുകൾക്കൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അറിയുമ്പോൾ അതിങ്ങനെ ചർച്ച ചെയ്യാൻ ഇഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ സ്റ്റെബിൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. വീണ്ടും മുത്തശ്ശൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. അവിടെ എപ്പോഴും രാജഭരണമാണല്ലോ, അതെന്തായാലും അതിനനുസരിച്ച് നിൽക്കുന്ന കുറച്ച് മക്കളും ഉണ്ട്, അയാളെ അത്രയും വളർന്ന മക്കളും അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ കൊച്ചുമക്കളും, അവർക്കൊന്നും ഇപ്പോഴും തലയ്ക്ക് വെളിവ് വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പരമാവധി അവരെ നാണം കെടുത്തും എന്നൊക്കെ തന്നെയാണ് കേട്ടോ വീണ്ടും അനാമിക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നീ നിനക്ക് മേടിക്കാനുള്ളതെല്ലാം മേടിച്ചുകൊണ്ട് ഇറങ്ങിക്കോണം എന്ന് സ്റ്റെബിൻ അതിൻ്റെ കൂടെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഇൻ്റർവ്യൂ കൊടുക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അനാമികയാണെങ്കിൽ അനിയും നന്ദും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂയിലൂടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കനകയും ഗോവിന്ദനും അതുപോലെ തന്നെ നന്ദും അനന്തപുരിയിലെ എല്ലാവരും നയനി ആദർശമൊക്കെ എല്ലായിടത്തും നിന്നിട്ട് ഇൻ്റർവ്യൂ കാണുന്നുണ്ടായിരുന്നു. പിന്നീട് അവതാരികയാണെങ്കിലും അനാമികയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞ ശേഷം മറ്റൊരു
പെൺകുട്ടിയുടെ പിറകെ നടന്നതിന് അനന്തമൂർത്തി സാറ് ഒരു നിലപാടും എടുത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും ഉണ്ടായില്ല, ഞാൻ കുറേ തവണ പറഞ്ഞു നോക്കി എന്ന് പറയുന്നുണ്ട്. എനിക്ക് അവിടെ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത് അവൻ്റെ അമ്മയും അതുപോലെ തന്നെ അപ്പച്ചിയും അപ്പച്ചിയുടെ മോനും മാത്രമാണ്. ബാക്കി എല്ലാവരും എന്നെ അവിടെ ഇട്ട് ശ്വാസം മുട്ടിക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരയാനായിട്ട് തുടങ്ങും കേട്ടോ. അതിന് മുന്നേ അനാമിക പറയുന്നുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മുന്നേ വന്ന 2 മരുമക്കളുണ്ട് അവിടെ എന്നുള്ളത്. അപ്പോൾ അവർക്കാണെങ്കിൽ അവരുടെ അനിയത്തിനെയും കൂടെ അങ്ങോട്ട് കൊണ്ടുവരണം എന്നായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഓരോരോ കളി കളിച്ചിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അവർക്ക് അവരുടെ അനിയത്തിനെയും കൂടി അങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തിലാണ് അവരതിന് സപ്പോർട്ടായിട്ട് നിന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റിലാണ് ആ കരച്ചിലുള്ളത്. കഴിഞ്ഞ ഇൻ്റർവ്യൂവിലും അങ്ങനെ തന്നെയായിരുന്നല്ലോ. ആ ഇൻ്റർവ്യൂ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അനാമികയുടെ ഒരു കരച്ചിലാണല്ലോ നിർത്തുന്നത്. പിന്നീട് കനകേനെയും ഗോവിന്ദനെയാണ് കാണിക്കുന്നത്. അനാമിക പറഞ്ഞതെല്ലാം കേട്ടിട്ട് കനകയ്ക്കൊക്കെ ഒരു അതിശയമാണ് കേട്ടോ. അവൾ പറഞ്ഞത് കേട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ഇതിൽ ഗോവിന്ദനോട് പറയുകയാണ്. എന്നിട്ട് ഗോവിന്ദൻ്റെ കയ്യിൽ നിന്ന് റിമോട്ടൊക്കെ വാങ്ങിച്ചിട്ട് കനകയാണെങ്കിലും ടി വി അങ്ങ് ഓഫ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പറയാണ്, എനിക്കിപ്പോൾ അവളെ രണ്ടായിട്ട് വലിച്ചു കീറാനാണ് തോന്നുന്നത്. നന്ദുവിൻ്റെ കാര്യം പറഞ്ഞത് പോട്ടെ, പക്ഷേ ഇങ്ങനെ ആദർശമോൻ ഒരു തെറ്റും ചെയ്യാത്ത ആദർശമോൻ്റെ കാര്യം പറഞ്ഞത് കേട്ടില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദൻ പറയുകയാണ്, നന്ദുവിൻ്റെ അനിയുടെയും കാര്യം അവൾ പറഞ്ഞത് സത്യം തന്നെയാണ്. പക്ഷേ അവരുടെ കല്യാണം കഴിഞ്ഞ ശേഷം ഒരിക്കലും നന്ദു പിന്നീട് ഗോവിന്ദനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, മൂർത്തി സാറ് ഇനിയിപ്പോൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും മൂർത്തി സാറ് എങ്ങനെ പ്രതികരിക്കുകയാണെങ്കിലും നമ്മുടെ മക്കളിങ്ങനെ അവൾക്ക് വേണ്ടിയിട്ട് എവിടെ പോയി സാക്ഷി പറഞ്ഞാലും വേണ്ടില്ല എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ 2 മക്കളും അവൾക്ക് എതിരെ എന്ത് സാക്ഷി പറഞ്ഞാലും വേണ്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അവൾ എന്തൊക്കെയോ മനസ്സിൽ ഇങ്ങനെ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് കളിക്കുന്നത്. പക്ഷേ ഒരു കാലണയുടെ നേട്ടം അവൾക്ക് ഉണ്ടാവരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗോവിന്ദനും കനകയ്ക്കൊക്കെ നല്ല ദേഷ്യമുണ്ട് അനാമിക ഇൻ്റർവ്യൂവിൽ അങ്ങനെയൊക്കെ പറഞ്ഞതിന്. പിന്നീട് മുത്തശ്ശിയാണെങ്കിലും മുത്തശ്ശനോട് പറയുന്നുണ്ടായിരുന്നു, അവൾ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും നമുക്കത് നേരത്തെ തടയായിരുന്നു എന്ന്. അപ്പോൾ എന്തിനാ തടയുന്നത്, അവൾക്ക് പറയാനുള്ളതെല്ലാം പറയട്ടെ, പക്ഷേ അവളൊരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്ന പരിപാടിയാണ് കാണിച്ചത് എന്ന് പറയും കേട്ടോ. നന്ദുവിൻ്റെ കാര്യമാണ് മുത്തശ്ശൻ പറയുന്നത്. അപ്പോൾ ജാനകിക്കാണെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നില്ല. ജാനകി ചോദിക്കുന്നുണ്ടായിരുന്നു, അച്ഛൻ ഇപ്പോഴും നന്ദുവിനെയാണോ സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതേ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ജാനകിനോട് പറയുകയാണ്, നിൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം നന്ദു അല്ല അവൻ്റെ പിറകെ നടന്നിട്ടുള്ളത്, ഇങ്ങനെ നിൻ്റെ മകനാണ് അവളുടെ പിറകെ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിന് തെറ്റുകാർ നിൻ്റെ മകനും നിൻ്റെ മരുമകളും ഒക്കെ തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നേ. പിന്നീട് ജാനകിയാണെങ്കിലും മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇനി അവൾ ചാനലിൽ കയറി ഓരോന്ന് വിളിച്ച് പറയുന്നതിന് മുന്നേ ഇതങ്ങ് കോംപ്രമൈസ് ചെയ്യുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശനാണെങ്കിലും ദേഷ്യം വരുന്നുണ്ടായിരുന്നു കേട്ടോ. നീ എൻ്റെ മരുമകളായി പോയി, നിൻ്റെ മകളായിരുന്നെങ്കിൽ നിൻ്റെ അണപ്പല്ല് ഇങ്ങനെ ഞാൻ അടിച്ച് താഴെ ഇട്ടേനെ എന്ന് പറയും. നിനക്ക് അവളോട് സ്നേഹം ഉണ്ടെങ്കിൽ അവളോടൊപ്പം പോയി ജീവിച്ചോ, ഇവിടെ നിൽക്കണ്ട, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ എന്നൊക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അത് മാത്രമല്ല, അവളും അവളുടെ വീട്ടുകാരും പല നേട്ടങ്ങളും മുന്നിൽ കണ്ടു തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ അനന്തപുരി തറവാടിനൊരു പാരമ്പര്യമുണ്ട്. അതിന് ഇങ്ങനെ കരി വാരി തേക്കാൻ ആര് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവരെയൊന്നും ഞാൻ വെച്ച് പൊറപ്പിക്കില്ല, അത് എല്ലാവരും മനസ്സിലാക്കിക്കോ, നീയും മനസ്സിലാക്കിക്കോ എന്ന് ജലജനോട് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടാട്ടോ മുത്തശ്ശൻ അവിടെ നിന്ന് പോകുന്നത്. പിന്നെ അതിന് മുന്നേ അനാമിക ഇങ്ങനെ പാലിൽ വിഷം ചേർത്ത കാര്യമൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും ജാനകി പറയുന്നത് അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ളതാണ്. അതിങ്ങനെ നവ്യയ്ക്ക് കുടിക്കാൻ വേണ്ടി കാച്ചി വെച്ചിരുന്ന പാലാണല്ലോ എന്നും പറയുന്നുണ്ട്. അപ്പം നവ്യ അത് കുടിച്ചിരുന്നെങ്കിൽ നവ്യയുടെ വയറ്റിൽ കുഞ്ഞും പോയേനെ, അതായിരുന്നോ നിങ്ങളൊക്കെ ആഗ്രഹിച്ചതെന്ന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആരും പാലിൽ വിഷം ചേർക്കാതെ അങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ എന്നും മുത്തശ്ശൻ ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നേ. മുത്തശ്ശൻ അങ്ങ് അതൊക്കെ പറഞ്ഞ് പോയി കഴിയുമ്പോൾ ജലജ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഒരുത്തന് ഇവിടെ തെറ്റിൽ മുങ്ങി കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അനാമിക മോൾ ആദർശിനെ കുറിച്ച് ചാനലിൽ പറഞ്ഞതെല്ലാം തെറ്റാണോ അമ്മയെന്ന് ഇങ്ങനെ മുത്തശ്ശിനോട് ചോദിക്കുമ്പോൾ അതെ, അത് തെറ്റന്നെയാണെന്ന് മുത്തശ്ശി പറയും കേട്ടോ. അതെങ്ങനെ തെറ്റായിന്ന് ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് മുത്തശ്ശി അവിടെ നിന്ന് അങ്ങ് പോകുന്നത് കേട്ടോ. പിന്നീട് ദേവയാനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, മുത്തശ്ശി അവിടെ നിന്ന് അങ്ങ് പോയി കഴിയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അച്ഛനൊരു നീക്കുപോക്കിന് തയ്യാറാവും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അവിടെയാണ് അനന്തപുരിയിലെ അനന്തമൂർത്തി എങ്ങനെയാണ് ഈ നിലയിലെത്തിയതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സത്യത്തിനൊപ്പം നിൽക്കുന്ന കുടുംബമാണിത് എന്ന് പറയുമ്പോൾ ജാനകി ചോദിക്കുന്നുണ്ടായിരുന്നു, ഏട്ടത്തിയുടെ മകൻ വലിയ സത്യവാനാണല്ലോ എന്ന്. അപ്പോൾ അവൻ എന്താണെന്നുള്ളത് നീ എനിക്ക് പഠിപ്പിച്ച് തരണ്ട, അവനെപ്പോലൊരു മകനെ കിട്ടാനും അതുപോലെ തന്നെ നൈനമോളെപ്പോലൊരു മരുമകളെ കിട്ടാനും ഭാഗ്യം വേണം, അതിന് ഞാൻ അഭിമാനിക്കുന്ന ഒരു അമ്മ തന്നെയാണെന്ന് പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് നവ്യ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജലജ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, നീ അനാമികയുടെ അടുത്ത ഇൻ്റർവ്യൂ ഒന്നും കണ്ടില്ലേ, അവൾ അനിയും നന്ദുമായിട്ടുള്ള ബന്ധമൊക്കെ അങ്ങ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ ഏതായാലും നിൻ്റെ അനിയത്തീനെ അനി ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് എന്ന് പറയും. അത് കേട്ടുകൊണ്ട് ജാനകി അവിടേക്ക് വരികയാണ് കേട്ടോ.
അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ജഡത്തിൻ്റെ മുകളിലൂടെ വേണ്ടി വരും അവൾക്ക് ഇങ്ങോട്ട് വരാൻ. അത് ഞാൻ എൻ്റെ മകനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അമ്മയെ കൊന്നിട്ട് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി എന്നിങ്ങനെ പറയും. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, അനിയാണ് അവളുടെ പിറകെ നടക്കുന്നത്, അല്ലാതെ നന്ദു അല്ല എന്ന് പറയൂ കേട്ടോ. എന്നിട്ട് പിന്നെ നന്ദുവിനെ താറടിക്കേണ്ട കാര്യം എന്താ എന്നൊക്കെ ഇങ്ങനെ ജാനകിനോട് നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അവൾക്ക് കല്യാണമൊന്നും ആലോചിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് നല്ലൊരു കുടുംബത്തിൽ നിന്ന് അവളെ കല്യാണം കഴിക്കാനായിട്ട് ആരെങ്കിലും വരുമോ, നല്ല പയ്യന്മാർ വരുമോ എന്നൊക്കെ ഇങ്ങനെ ജലജ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജാനകിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അവളങ്ങനെ നിന്ന് മൂത്ത് നരയ്ക്കണം, കുടുംബം കലക്കുന്നവർക്കൊക്കെ ഇങ്ങനെയുള്ള അവസ്ഥ തന്നെയാണ് വരേണ്ടതെന്ന്. അപ്പോൾ നവ്യ ജാനകിനോട് പറയുകയാണ്, ദേ അമ്മായി വെറുതെ ഇങ്ങനെ നന്ദുവിനെ കുറ്റപ്പെടുത്തേണ്ട, അവളല്ല അങ്ങനെ അനിയുടെ പിറകെ നടന്നത്, അമ്മായിയുടെ മകനാണ്. അമ്മായിയുടെ മകനെ അമ്മായി ഇങ്ങനെ ന്യായീകരിക്കാൻ നോക്കണ്ട. കല്യാണം കഴിഞ്ഞപ്പോഴെങ്കിലും അനി ഇങ്ങനെ നന്ദുവിൻ്റെ പിറകെ നടക്കുന്നത് ഒഴിവാക്കിയിട്ട് മാറി ചിന്തിക്കണമായിരുന്നു. എന്നിട്ട് ഇപ്പോൾ നന്ദുവിനെ കുറ്റപ്പെടുത്തണ്ട എന്ന് പറയുമ്പോൾ ജാനകി പറയുകയാണ്, നീ അങ്ങനെയൊന്നും പറയണ്ട, അവളിങ്ങനെ അമ്പലമുറ്റത്ത് അനിയോടൊപ്പം ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്നിങ്ങനെ പറയട്ടെ. ഏതെങ്കിലും പെൺകുട്ടി ചെയ്യുന്ന കാര്യമാണോ അവൾ ചെയ്തതെന്ന് പറയുമ്പോൾ ഇങ്ങനെ നവ്യാണെങ്കിലും ഇങ്ങനെ ദേഷ്യത്തോടുകൂടി ജാനകിനെ നോക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. റിവ്യൂ ഇഷ്ടമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്